ചൂരൽമല എന്ന നാടിനെയും അവിടുത്തെ സർക്കാർ സ്കൂളിനെയും ഗ്രാമീണ ഭംഗിയെയും തന്റെ വരികളിലൂടെ ഒപ്പിയെടുത്ത കുട്ടനാട്ടുകാരനായ ഉണ്ണിമാഷിന് തന്റെ കുട്ടികളും സ്കൂളും നഷ്ടപ്പെട്ടത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുറിവായി മാറുകയാണ്. കഴിഞ്ഞ 18 വർഷമായി വെള്ളാർമല സ്കൂളിലെ അധ്യാപകനും രക്ഷകർത്താവും സുഹൃത്തുമൊക്കെയായിരുന്നു ഈ മാഷ്. ഒരു വർഷം മുൻപാണ് ഈ സ്കൂളിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഉണ്ണിമാഷ് ഈ ഗാനം രചിച്ചത്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വയനാട് ദുരന്തം നടന്നതിന്റെ തൊട്ടു തലേദിവസമാണ് അടുത്ത ബന്ധുവിന്റെ മരണമറിഞ്ഞ് ഉണ്ണിമാഷ് തന്റെ നാടായ കരുവാറ്റയിലെത്തിയത്. അന്നു തന്നെ തന്റെ സ്കൂളിലേക്ക് മടങ്ങാനായിരുന്നു തീരുമാനം. എന്നാൽ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി യാത്ര മാറ്റിവെച്ചു. അത് തൻ്റെ ജീവിതത്തിലേക്കുള്ള മടക്കയാത്രയായിരുന്നു. രാത്രിയിൽ തന്നെ മാഷിനെ തേടി ആ ദുരന്ത വാർത്തയും എത്തി. ചൂരൽമലയെന്ന മനോഹര ഗ്രാമം തകർന്നു എന്ന ദുരന്ത വാർത്ത. ഉടൻ തന്നെ തൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് മാഷ് ഓടിയെത്തുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്വന്തം പിതാവിൻ്റെ കാര്യം പോലും നോക്കാതെയാണ് ദുരന്തത്തിലകപ്പെട്ട കുട്ടികളെ അന്വേഷിച്ച് മാഷ് ചൂരൽമലയിലെത്തിയത്. അച്ഛന് സുഖമില്ല എന്നുള്ള ഞാൻ അങ്ങനെ അറിയിച്ചിട്ടില്ല. പിന്നെ ഏറ്റവും ഇതായിട്ടിപ്പം അവിടുത്തെ ഇതായിട്ട് തന്നെ നിൽക്കും. ഇന്നലെ ഒരു മാഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണിമാഷ് അവിടെ ആ ക്യാമ്പിൽ ചെന്നപ്പം ഒത്തിരി പേര് ഉണ്ണിമാഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഉണ്ണിമാഷിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. വിവാഹശേഷം കുറച്ചുകാലം ഭാര്യയുമൊത്തായിരുന്നു മാഷ് ചൂരൽമലയിൽ താമസിച്ചത്. ചൂരൽമലയിലെ പാവങ്ങളായ മനുഷ്യരെക്കുറിച്ച് വിവരിക്കാൻ ഉണ്ണിമാഷിൻ്റെ ഭാര്യയ്ക്ക് പോലും കഴിയുന്നില്ല. അവിടെ ഒരു വീട് പോലാണ് അധ്യാപകരും കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എല്ലാം. പാവപ്പെട്ടവരാണ്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ. ഉണ്ണേനെ ഒരിക്കലും അത് താങ്ങാൻ പറ്റുന്നില്ല. ഉണ്ണേനെ പറയാൻ ഉണ്ണേനെ കരച്ചിലാണ്. നമ്മൾ വിളിക്കുമ്പോഴെല്ലാം ഇന്ന ആൾ പോയി എന്ന് പറഞ്ഞുള്ള കരച്ചിലാണ് എന്നോട്. വെള്ളാർമല സ്കൂളിലെ എല്ലാമായിരുന്നു ഉണ്ണിമാഷ്. ദുരന്തമറിഞ്ഞ് വെള്ളാർമലയിലെത്തിയ മാഷ് ഊണും ഉറക്കവുമില്ലാതെയാണ് തൻ്റെ കുട്ടികളെ അന്വേഷിച്ച് ദുരന്തഭൂമിയിൽ അലയുന്നത്. 500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ 32 കുരുന്നുകളെയാണ് ദുരന്തത്തിൽ നഷ്ടമായത്. ഉത്സവലഹരിയിലായിരുന്നു ചൂരൽമലയെന്ന ഈ കൊച്ചു ഗ്രാമം. ഇവിടുത്തെ സ്കൂളും കുട്ടികളും ദുരന്തത്തിലകപ്പെട്ടതോടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഈ പാവങ്ങളെ തനിച്ചാക്കി തിരിച്ചു വരാൻ കഴിയാതെ നീറുന്ന വേദന ഉള്ളിലൊതുക്കി പഴയ ചൂരൽമലയെ മനസ്സിൽ താലോലിക്കുകയാണ് ഉണ്ണിമാഷ്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.